ഹലോ എവ്രി വൺ. നമ്മൾ എല്ലാ ദിവസവും ഒരേ രൂപത്തിലല്ല സംസാരിക്കുന്നത് അല്ലേ? നമുക്ക് പല പല ഉപയോഗങ്ങൾ ആവശ്യം വരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന പലതരം സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട്, പലതരം സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ ഓവർ ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ, എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലേ. അപ്പം നമ്മൾ ആയി, എനിക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ ആയി എന്നുള്ളത് ഉപയോഗിക്കും. ആയി ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ലൈക്ഡ്. ഇഷ്ടപ്പെടും എന്നായിരുന്നെങ്കിൽ വിൽ ലൈക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഐ ലൈക്ഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ഡ് ആ പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദാറ്റ് സോങ് എന്ന് എഴുതി. ഐ ലൈക്ഡ് ദാറ്റ് സോങ്, എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. ക്ലിയർ ആണോ? എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ഡ് ദാറ്റ് ഫിലിം. ഓക്കെ, നെക്സ്റ്റ് വൺ. രമ്യ ഒരു കേക്ക് ഉണ്ടാക്കി. കഴിഞ്ഞു പോയ കാര്യമാണ്. സോ രമ്യ ഉണ്ടാക്കി എന്ന് പറയാൻ നമ്മൾ മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. അതിൻ്റെ മൂന്നാമത്തെ ടെൻസും മെയ്ഡ് തന്നെയാണ് കേട്ടോ. സോ രമ്യ ഉണ്ടാക്കി, രമ്യ മെയ്ഡ്. കഴിഞ്ഞു പോയ കാര്യം പറയാൻ നമ്മൾ ഈ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. രമ്യ മെയ്ഡ് എ കേക്ക്, ഒരു കേക്ക് ഉണ്ടാക്കി. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. രമ്യ മെയ്ഡ് എ കേക്ക്, രമ്യ ഒരു കേക്ക് ഉണ്ടാക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ. നീ എന്നെ സഹായിച്ചു. എങ്ങനെ പറയും? നീ ആണ്, അപ്പൊ യു. സഹായിച്ചു, ഹെൽപ്ഡ്. ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. യു ഹെൽപ്ഡ്, നീ സഹായിച്ചു. യു ഹെൽപ്ഡ് ഹിം, നീ അവനെ സഹായിച്ചു. യു ഹെൽപ്ഡ് മീ, നീ എന്നെ സഹായിച്ചു. ക്ലിയർ? നെക്സ്റ്റ് വൺ. നീ എന്നെ സഹായിച്ചില്ല. കണ്ടോ? ഇല്ല എന്ന് പറയുന്ന സെൻറ്റൻസുകൾ പാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഡ് നോട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യു ഡിഡ് നോട്ട്. ഡിഡ് എന്നുള്ളത് ഒരു വാക്കിനെ പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഡിഡ് എന്ന് വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ ഹെൽപ്ഡ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. യു ഡിഡ് നോട്ട് ഹെൽപ്പ് മീ, നീ എന്നെ സഹായിച്ചില്ല. കണ്ടോ? അപ്പോൾ ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ ഡിഡ് നോട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇ ഡി ചേർക്കേണ്ട ആവശ്യമില്ല. ഹി ഡിഡ് നോട്ട് ഗോ, അവൻ പോയില്ല. അവൻ പോയി എന്ന് പറയണമെങ്കിലോ ഹി വെന്റ്. ഓക്കെ, ഇനി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ് ഫിലിം, അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് സോങ്. ഐ ഡിഡ് നോട്ട് ലൈക്ക്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ ജോലി തീർത്തു. എങ്ങനെ പറയും? ഐ ഫിനിഷ്ഡ്. ഞാൻ തീർത്തു. ഐ ഫിനിഷ്ഡ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തു. ഐ ഫിനിഷ്ഡ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തില്ല. ഇനി നിങ്ങൾ പറയൂ, എങ്ങനെ പറയും? ഐ ഡിഡൻറ്റ്. ഡിഡ് നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഡിഡൻറ്റ് എന്ന് എഴുതാം കേട്ടോ. ഐ ഡിഡൻറ്റ്. നമ്മൾ ഡിൻറ്റ് എന്ന് വായിച്ചാൽ മതി ഷോർട്ട് ആക്കിയിട്ട്. ഐ ഡിൻറ്റ് ഫിനിഷ്, ഞാൻ തീർത്തില്ല ദ വർക്ക്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഫിനിഷ് എന്ന് എഴുതിയാൽ മതി, ഇ ഡി ചേർക്കണ്ട. അറിയാം അല്ലേ, ഡിഡ് വന്നതുകൊണ്ട്. ഈ ഞാൻ ജോലി തീർത്തോ? അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇല്ല ഇല്ല എന്നൊക്കെ വരുമ്പോഴും നമുക്ക് ഡിഡ് യൂസ് ചെയ്യണം. അതുപോലെ പാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്തും നമുക്ക് എന്തുപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ, ഞാൻ ജോലി തീർത്തു. ഐ ഫിനിഷ്ഡ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തോ? ചോദ്യമായതുകൊണ്ട് ഡിഡ് ഐ ഫിനിഷ്. ഫിനിഷ്ഡ് എന്ന് ചേർക്കണ്ട, ഡിഡ് ഉണ്ടായതുകൊണ്ട് ഡിഡ് ഐ ഫിനിഷ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തോ? ഡിഡ് ഐ ഫിനിഷ് ദ വർക്ക്. വളരെ സിമ്പിൾ അല്ലേ? നോക്കാം. ഐ ലൈക്ഡ് ദാറ്റ് സോങ്, എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. രമ്യ ഒരു കേക്ക് ഉണ്ടാക്കി. രമ്യ മെയ്ഡ് എ കേക്ക്. നീ എന്നെ സഹായിച്ചു. യു ഹെൽപ്ഡ് മീ. നീ എന്നെ സഹായിച്ചില്ല. എങ്ങനെ പറയും? യു ഡിൻറ്റ് ഹെൽപ്പ് മീ. ഈ ഡിഡ് നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട്
ഡിൻറ്റ് എന്ന് പറയാം. ഞാൻ ജോലി തീർത്തു. ഐ ഫിനിഷ്ഡ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തില്ല. ഇല്ല എന്ന് പറയുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും ഡിഡ് വേണം. ഐ ഡിൻറ്റ് ഫിനിഷ് ദ വർക്ക്. ഞാൻ ജോലി തീർത്തോ? ഡിഡ് ഐ ഫിനിഷ് ദ വർക്ക്? രമ്യ എന്നെ ഹെൽപ്പ് ചെയ്തോ? എങ്ങനെ ചോദിക്കും? നിങ്ങളൊന്ന് കോമെന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറെ ടൈപ്പ് ഓഫ് സെന്റൻസസ് പഠിക്കാം. അവൾ കരഞ്ഞോ? എങ്ങനെയായിരിക്കും? നമ്മൾ ഡിഡ് എന്നുള്ളത് ആദ്യം ചേർക്കണം അല്ലേ? ഡിഡ് ഷീ ക്രൈ? ഡിഡ് വന്നുകൊണ്ട് ക്രൈ മതി. ഡിഡ് ഷീ ക്രൈ? അവൾ കരഞ്ഞോ? ഡിഡ് ഷീ ലാഫ്? അവൾ ചിരിച്ചോ? ഡിഡ് ഷീ റീഡ്? അവൾ വായിച്ചോ? ഡിഡ് ഷീ ഗോ? അവൾ പോയോ? ഡിഡ് ചേർക്കുക, ആരാണെന്നുള്ളത് ചേർക്കുക, പ്രവൃത്തിയുടെ ഒന്നാമത്തെ രൂപം ചേർക്കുക. അപ്പോൾ ഡിഡ് ഷീ ക്രൈ? അവൾ കരഞ്ഞോ? ഇനി അവൾ കരഞ്ഞു. ഷീ ക്രൈഡ്. അവൾ കരഞ്ഞു. ഷീ ക്രൈഡ്. അവൾ കരഞ്ഞില്ല. ഷീ ഡിഡ്ന്റ് ക്രൈ. കണ്ടോ? അപ്പോൾ ഒരു ചോദ്യം ആവുന്ന സമയത്തും ഒരു ക്വസ്റ്റ്യൻ ആവുന്ന സമയത്തും അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസ് ഇല്ല എന്ന് പറയാനും നമുക്ക് ഡിഡിൻറ്റ് വേണം. ഡിഡിൻ്റെ ഉപയോഗം ഉണ്ട് കേട്ടോ. ഡിഡ് വേണം. അപ്പോൾ ഡിഡ് ഷീ ക്രൈ? അവൾ കരഞ്ഞോ? ഷീ ക്രൈഡ്. അവൾ കരഞ്ഞു. ഷീ ലാഫ്ഡ്. അവൾ ചിരിച്ചു. ഷീ ബോട്ട്. അവൾ വാങ്ങി. ഷീ വെൻറ്റ്. അവൾ പോയി. ഇങ്ങനെ നമ്മൾ പറയുന്നത്. ഇനി ഇല്ല എന്ന് പറയണമെങ്കിൽ ഡിൻറ്റ് ആഡ് ചെയ്യണം. ഷീ ഡിൻ ഗോ. അവൾ പോയില്ല. ഷീ ഡിൻ ബൈ. അവൾ വാങ്ങിയില്ല. ഷീ ഡിൻ ക്രൈ. അവൾ കരഞ്ഞില്ല. സിമ്പിൾ. അവർ വന്നോ? അഗെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് ദേ കം ആണോ കെയിം ആണോ? കം. യെസ്. അവർ വന്നു. ദേ കെയിം. അവർ വന്നില്ല. ദേ ഡിൻറ്റ് കം. ഇതൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ ബില്ലടച്ചോ? ഡിഡ് ഹീ പേ ദ ബിൽ എന്നാണ് പറയാ കേട്ടോ. പേ ചെയ്യാന്നാണ് പറയുന്നത്. ഡിഡ് ഹീ പേ ദ ബിൽ? അവൻ ബില്ല് അടച്ചു. എങ്ങനെ പറയും? ഹീ പെയ്ഡ് ദ ബിൽ. അവൻ ബില്ല് അടച്ചില്ല. എങ്ങനെ പറയും? ഹീ ഡിൻറ്റ് പേ ദ ബിൽ. അവൻ ബില്ല് അടച്ചില്ല. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ തരത്തിലുള്ള സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമെൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാനത് ആൻസർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് സെൻറ്റൻസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പഠിക്കാം. ഞാൻ നടക്കുകയായിരുന്നു. ഞാൻ നടന്നു എന്ന് പറയാൻ നമുക്കിപ്പോൾ പഠിച്ചു. ഐ വാക്ക്ഡ് എന്നാണ് നമ്മൾ പറയുക. ഞാൻ നടന്നു. ഐ വാക്ക്ഡ്. ഞാൻ നടക്കുകയായിരുന്നു. ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു. എപ്പോ? മുൻപുള്ള കാലത്ത്, പാസ്റ്റ് ടൈമിൽ. അപ്പോൾ നമ്മൾ എന്താ പറയാ? ഐ വാസ്. നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ട് ING ചേർക്കണം. ഐ വാസ് വാക്കിംഗ്. കണ്ടോ? കഴിഞ്ഞ കാലം ആയതുകൊണ്ടാണ് നമ്മൾ വാസ് ചേർത്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആം ആണ് ചേർക്കുക. ഐ വാസ് വാക്കിംഗ്. ഞാൻ നടക്കുക ആയിരുന്നു. അവൻ ഉറങ്ങുക ആയിരുന്നു. എങ്ങനെ പറയാം? അവൻ ഹി വാസ്. അവനായിരുന്നു സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. വി വേർ. ഞങ്ങളായിരുന്നു സ്റ്റഡിയിങ്. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. വി വർ സ്റ്റഡിയിങ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. വി വന്നപ്പോൾ നമ്മൾ വേറാണ് യൂസ് ചെയ്തത് അല്ലേ? ഏകവചനമാണെങ്കിലും ഐ ഒക്കെ ആണെങ്കിലും നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. ഐ, ഹി, ഷീ, ഇറ്റൊക്കെ വരുന്ന സമയത്ത്. അതുപോലെ ഏതെങ്കിലും ഒരു പേര് ഏകവചനമാണെന്ന് വിചാരിക്കാം. റാം. ഒരാളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. റാം വാസ്. ഓക്കെ. ഐ വാസ്. ഹി വാസ്. ഷീ വാസ്. ഇറ്റ് വാസ്. എന്നാൽ ബഹുവചനം വരുമ്പോൾ അല്ലെങ്കിൽ യു വരുമ്പോഴൊക്കെ നമ്മൾ വേറാണ് യൂസ് ചെയ്യുക കേട്ടോ. യു വേർ, വി വേർ, ദേ വേർ. ഓക്കെ. അപ്പോൾ വി വേർ സ്റ്റഡിയിങ്. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അവൾ കാത്തിരിക്കുകയായിരുന്നു. ഷീ വാസ് വെയിറ്റിംഗ്. ഷീ വാസ് വെയിറ്റിംഗ്. അവൾ കാത്തിരിക്കുകയായിരുന്നു. അവൾ, ഷീ, ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ വാസ് ING കൂടെ ചേർത്തു. ഓക്കെ.
കുട്ടികൾ കളിക്കുകയായിരുന്നു. അപ്പൊ ഇതെങ്ങനെ പറയാം? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ ഉള്ളൂ. കൂടുതൽ പേരും ചിൽഡ്രൻസ് എഴുതാറുണ്ട്, വേണ്ട. ഒരാളാണെങ്കിൽ നമ്മൾ ചൈൽഡ് എന്ന് പറയും, ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ചിൽഡ്രൻ എന്ന് പറയും. അപ്പോൾ ചിൽഡ്രൻ were playing. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. I walked, ഞാൻ നടന്നു. ഞാൻ നടക്കുകയായിരുന്നു. I was walking. അവൻ ഉറങ്ങുകയായിരുന്നു. He was sleeping. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. We were studying. അവൾ കാത്തിരിക്കുകയായിരുന്നു. She was waiting. കുട്ടികൾ കളിക്കുകയായിരുന്നു. Children were playing. ഇനി ഞാൻ വന്നപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. ഇതെങ്ങനെയാ പറയാൻ നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ കോമെന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്തരം സെന്റൻസുകൾ നമ്മൾ എങ്ങനെയാ പറയാന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത്. നമ്മളൊരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പഠിച്ചു. ആ ടെൻസിന്റെ പേര് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് കേട്ടോ. ഇനി നമ്മൾ ചില സമയത്ത് അവൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു, അവൾ ഉണർന്നപ്പോൾ ഞാൻ ഇത് ചെയ്യുകയായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? അതെങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വന്നപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയാം? കുട്ടികൾ കളിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ ചിൽഡ്രൻ were playing. ചിൽഡ്രൻ were playing എന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ എന്ന് പറയണമെങ്കിൽ when I came. ഞാൻ വന്നപ്പോൾ. when I come അല്ല, when I came. കാരണം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ്. So children were playing when I came. ഞാൻ വന്നപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. ക്ലിയർ? ഇനി അവൻ വന്നപ്പോൾ സീത പാട്ട് കേൾക്കുകയായിരുന്നു. എങ്ങനെ പറയും? സീത വാസ്. സീത ഒരാളുള്ളൂ, അതുകൊണ്ട് സീത വാസ്. പാട്ട് കേൾക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ ലിസണിങ് ടു മ്യൂസിക് എന്ന് പറയും. ശ്രദ്ധിക്കുക, ലിസണിങ് എന്ന് കഴിഞ്ഞാൽ ടു നിർബന്ധമാണ് കേട്ടോ. സീത വാസ് ലിസണിങ് ടു മ്യൂസിക്. അവൻ വന്നപ്പോൾ അല്ലേ? when he came. ഓക്കെ, ഞാൻ വന്നപ്പോൾ അവൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. എങ്ങനെ പറയും? he was watering the plants. ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതിന് നമ്മൾ watering the plants എന്നാണ് പറയുന്നത് കേട്ടോ. she was watering the plants. ഞാൻ വന്നപ്പോൾ when I came. ഞാൻ എത്തിയപ്പോൾ എന്നാണെങ്കിൽ when I entered അല്ല, when I arrived. ഞാൻ എത്തിയപ്പോൾ when I arrived. ഞാൻ കണ്ടപ്പോൾ when I saw. ഞാൻ കേട്ടപ്പോൾ when I heard. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലുള്ളൊരു സെന്റൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതി നോക്കണേ. അവൻ ഉറങ്ങുകയായിരുന്നു. He was sleeping. ഇനി അവൻ ഉറങ്ങുകയായിരുന്നില്ല. എങ്ങനെ പറയാം? He was not എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് wasn't എന്ന് പറയാം. He wasn't. അവൻ ആയിരുന്നില്ല. Sleeping. അവൻ ഉറങ്ങുകയായിരുന്നില്ല. ഓക്കെ, അവൻ ഉറങ്ങിയില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ he didn't sleep എന്നാണ് പറയാ. അവൻ ഉറങ്ങിയില്ല, he didn't sleep. അവൻ ഉറങ്ങുക ആയിരുന്നില്ല, he wasn't sleeping. വ്യത്യാസം മനസ്സിലായോ? നെക്സ്റ്റ് വൺ, അവൻ ഉറങ്ങുകയായിരുന്നു. ചോദ്യമാണ്. അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയാൻ he was sleeping. പക്ഷെ ഒരു ചോദ്യം ആവുന്ന സമയത്ത് നമ്മൾ ഇതിനെ അങ്ങ് ഫസ്റ്റിലേക്ക് എടുക്കും. Was he sleeping? അവൻ ഉറങ്ങുകയായിരുന്നോ? Was he sleeping? അവൻ ഉറങ്ങുകയായിരുന്നോ? He was sleeping. അവൻ ഉറങ്ങുകയായിരുന്നു. He wasn't sleeping. അവൻ ഉറങ്ങുകയായിരുന്നില്ല. ക്ലിയർ? ഇനി നീ നടക്കുകയായിരുന്നോ? നീ ആയതുകൊണ്ട് was അല്ല, where ആണല്ലേ? Were you walking? Were you walking? നീ നടക്കുകയായിരുന്നോ? അവൾ പാടുകയായിരുന്നോ? എങ്ങനെ ചോദിക്കാം?
അവളായതുകൊണ്ട് വാസ്. വാസ് ഷീ സിംഗിങ്? അവൾ പാടുകയായിരുന്നോ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി അവൾ പാടിയോ എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഡിഡ് ഷീ സിംഗ് എന്നാണ് പറയേണ്ടത്. ഡിഡ് ഷീ സിംഗ്? അവൾ പാടിയോ? വാസ് ഷീ സിംഗിങ്? അവൾ പാടുകയായിരുന്നോ? ക്ലിയർ? അടുത്തതിൽ നമ്മൾ ഹാസും ഹാവും ഹാഡും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കഴിച്ചു, ഈസി ആയിട്ട് പറയാം. ഐ എയ്റ്റ്. ഞാൻ കഴിച്ചു. ഐയുടെ കൂടെ നമ്മൾ V2 യൂസ് ചെയ്തു. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. അപ്പോൾ പാസ്റ്റ് ടെൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ V2 യൂസ് ചെയ്തു അല്ലേ? ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു. ഐ ജംപ്ഡ്, ഞാൻ ചാടി. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. സിമ്പിളായിട്ട് പറയാം. ഞാൻ കഴിച്ചു, ഐ എയ്റ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഐയുടെ കൂടെ ഹാവ് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ V3 ആണ് യൂസ് ചെയ്യുക. ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെ ഒക്കെ കൂടെ എപ്പോഴും V3 ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സോ ഐ ഹാവ്, V3 എന്താണ്? ഈറ്റൺ. കണ്ടോ? V3 എന്താണ്? ഈറ്റൺ. സോ ഐ ഹാവ് ഈറ്റൺ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഷീ ആണെങ്കിലോ, ഷീയുടെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കില്ല, ഹാസ് ആണ് ഉപയോഗിക്കുക അല്ലേ? ഷീ ഹാസ് ഈറ്റൺ. അവൾ കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഈറ്റൺ. അവൾ കഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ ഹാഡ് ഈറ്റൺ. അപ്പോൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഹാവ് ഈറ്റൺ ആണ്. കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് ഉപയോഗിച്ചു. ഇനി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഷീ, ഹാഡ് വരുമ്പോൾ നമ്മൾ മാറ്റണ്ട, ഹാഡ് തന്നെയാണ്. ഷീ ഹാഡ് ഈറ്റൺ. അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ? ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ. V3 ആണല്ലേ? ഐ ഹാവ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ ഹാഡ് V3 ഹേർഡ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാണേ. ഐ വാക്ക്ഡ്, ഞാൻ നടന്നു. ഓക്കെ? ഐ വാസ് വാക്കിംഗ്, ഞാൻ നടക്കുകയായിരുന്നു. ഐ ഹാവ് വാക്ക്ഡ്, ഞാൻ നടന്നിട്ടുണ്ട്. ഐ ഹാഡ് വാക്ക്ഡ്, ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ? നെക്സ്റ്റ് വൺ. ഐ ഡിൻറ്റ് വാക്ക്, ഞാൻ നടന്നില്ല. ഐ വാസൻറ്റ് വാക്കിംഗ്, ഞാൻ നടക്കുകയായിരുന്നില്ല. ഐ ഹാവൻറ്റ് വാക്ക്ഡ്, ഞാൻ നടന്നിട്ടില്ല. ഐ ഹാഡൻറ്റ് വാക്ക്ഡ്, ഞാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതെന്നാണ്. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് സെൻറ്റൻസസ് പഠിക്കാം. സോ നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. നമുക്കിതൊക്കെ അറിയാം. ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ദ ബാങ്ക് ഹാഡ് ക്ലോസ്ഡ്. നേഹ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. നേഹ ഹാഡ് റിട്ടൺ ലെറ്റേഴ്സ്. അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഷി ഹാഡ് ഗോട്ട് ദേർ. നെക്സ്റ്റ് വൺ നോക്കൂ. ഞാൻ എത്തുന്നതിന് മുമ്പ് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കാര്യത്തിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. ഞാൻ എത്തുന്നതിന് മുന്നേ അവൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് കെയിം. ഞാൻ എത്തുന്നതിന് മുമ്പ്. അപ്പം എങ്ങനെ പറയാം? ബിഫോർ ഐ അറൈവ്ഡ്. ഞാൻ എത്തുന്നതിന് മുമ്പ്.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹാഡിൻ്റെ കൂടെ നമ്മൾ V3 യൂസ് ചെയ്തു, പക്ഷേ ബിഫോർ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ V2 ആണ് യൂസ് ചെയ്യുക. ഞാൻ എത്തുന്നതിന് മുന്നേ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഹാഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ V3 യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാസ് ഓർ ഹാവ് മതി, പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഹാഡ് ഉപയോഗിക്കണ്ടേ. നെക്സ്റ്റ് വൺ, ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റെഡ് ബൈബിൾ. ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്നതിന് മുന്നേ. ബിഫോർ ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ്. കണ്ടോ? ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഞാൻ അവളെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പറയാ? ഓക്കെ, ഐ ഹാഡ് കോൾഡ് ഹർ. ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ മെറ്റ് ഹർ. ഞാൻ അവളെ കാണുന്നതിന് മുമ്പ്, മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ടും നമുക്ക് ഹാഡ് എന്നുള്ളത് യൂസ് ചെയ്യാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് സം ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ബാക്കി ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ടൈപ്സ് ഓഫ് സെൻറ്റൻസസും കൂടെ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ടു സെൻഡ് ഇറ്റ് ടു സംവൺ ഹു വിൽ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ ആസ് വെൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് നിങ്ങൾ താഴെ കോമെൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മൈ ക്ലാസ് ടുഡേ.